വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. നമ്മുടെ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിൻ്റെ നോഡ്ജേസ് റിയാക്ടിൻ്റെ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പ്രോപ്പർട്ടിയിൽ ക്ലിക്ക് ചെയ്യുമ്പം പോകുന്ന പേജ് സൈനപ്പ് പേജും ലോഗിൻ പേജും, ഇത്രയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന പേജ്. അപ്പോൾ അതിന് മുമ്പായിട്ട്, അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടും കാര്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യുന്നതിന് നമുക്കൊരു ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ യൂട്യൂബിൻ്റെ എബൌട്ട് സെക്ഷനകത്തുണ്ടല്ലോ, നമ്മൾ ഈ ചാനൽ ഡീറ്റെയിൽസെ കുറിച്ചാണ്. അവിടെ ഞാൻ കമ്മ്യൂണിറ്റി ഡിസ്കോഡ് സെർവറിൻ്റെ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത ഇത്രയും പാർട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇമേജ് കൊടുക്കുന്നതിന്, ഇന്നലെ നമ്മൾ ഇമേജ് കൊടുത്തില്ല. നമ്മൾ എന്താണ്, അൺസ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ ഫ്രീ കോപ്പിറൈറ്റ് ഫ്രീ ഇമേജസ് കിട്ടും. നിങ്ങൾക്ക് കോപ്പിറൈറ്റിൽ ഇമേജ് എടുക്കാൻ, ഞാൻ യൂട്യൂബ് ആയതുകൊണ്ടാണ് കോപ്പിറൈറ്റ് ഫ്രീ ഇമേജ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അസറ്റ്സിൻ്റെ അകത്ത് പ്രോപ്പർട്ടി ഇമേജ്. ഓക്കെ, ഇതാണ് ആ ഇമേജ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. അപ്പോൾ നമുക്ക് വേണ്ട പ്രോപ്പർട്ടി. ഓക്കെ, പ്രോപ്പർട്ടിയുടെ ആ സെക്ഷൻ വന്നിട്ടുണ്ട്. അടുത്ത പേജ് വ്യൂ പ്രോപ്പർട്ടി .jsx RFC കമാൻഡ് എടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാണ്. പ്രോപ്പർട്ടി പേജ് .jsx RFC. ഓക്കെ, റിയാക്റ്റ് ഫങ്ഷണൽ കമ്പോണൻ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇനി ഇവിടെ നമുക്ക് എന്താണ്, കമ്പോണൻസ് അല്ലേ വിളിക്കുന്നത്, അപ്പോൾ ഫ്രാഗ്മെൻറ്റ് വിളിക്കാം, എന്നത്തോടെ ബെറ്റർ. ഇനി നമുക്കിവിടെ ആദ്യം നാവ് ബാർ വിളിക്കണം. സജഷൻ വരുന്നില്ല, അപ്പം നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. /components/nav bar. എന്നിട്ട് ഇവിടെ nav bar വിളിക്കാം. ഇനി വ്യൂ പ്രോപ്പർട്ടി, അത് കഴിഞ്ഞ് നമുക്കിനി ഫൂട്ടർ വേണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ഈ ഒരു പേജിൻ്റെ അകത്തുള്ള കമ്പോണൻസും കാര്യങ്ങളെല്ലാം വിളിച്ച് ഇനി നമുക്കിതിനെ ഇവിടെ കൊണ്ടുവരുത്തിക്കണം. അപ്പോൾ അതിനായിട്ട് പ്രോപ്പർട്ടി മാറ്റി നമ്മൾ വ്യൂ എന്ന് ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഓൾറെഡി പ്രോപ്പർട്ടി ഉണ്ടായിരുന്നല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് വ്യൂ ഒന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ പ്രോപ്പർട്ടി പേജിന് ഇവിടെ വിളിച്ചു കൊടുക്കാം. പ്രോപ്പർട്ടി പേജ്. ഓക്കെ, നമുക്കിനി വ്യൂ വന്നാൽ നോക്കാം. ഇവിടെ വരുന്നു /വ്യൂ എൻ്റർ കൊടുത്ത്. ഓക്കെ, നമ്മൾ ആ നാവ് ബാറും ഫൂട്ടറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വ്യൂ പ്രോപ്പർട്ടി പേജിൽ ചെന്നിട്ട് നമുക്ക് ക്ലാസ് നെയിം ഇട്ടിട്ട് വിഡ്ത്ത് 100% നമുക്ക് കൊടുക്കാം. ഹൈറ്റ്, മിനിമം ഹൈറ്റ് നമുക്ക് 100 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുക്കാം. പിന്നെ ഹൈറ്റ് ഓട്ടോ കൊടുക്കാം. കൂടുതലായിട്ട് ഡാറ്റ വരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് ആവണം. പാഡിങ് നമുക്ക് ഒരു 30 px നമുക്കിപ്പം കൊടുത്തു നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം അതിൽ കൂടുതൽ വേണമെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് വേണ്ട എന്താണ്, നമുക്കെല്ലാം ഒന്ന് ചുമ്മാ എഴുതിയിടാം. ആദ്യം നമുക്ക് ഇമേജ്, അത് കഴിഞ്ഞ് ടൈറ്റിൽ, പിന്നെ ലൊക്കേഷൻ, പ്രൈസ്, പിന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ, ബട്ടൺ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇമേജ് വേണം. അതിന് ഇമേജിന് ഇമ്പോർട്ട് ചെയ്യണം. അതിന് പ്രോപ്പർട്ടി ഇമേജ് ഫ്രം .assets/property jpg. ഓക്കെ, നമുക്കിതിൻ്റെ അകത്ത് ഇമേജിനൊന്ന് വിളിക്കാം. നമുക്ക് ഇവിടെ കർലി ബ്രാക്കറ്റ് ഇട്ട് പ്രോപ്പർട്ടി ഇമേജിനെ വിളിച്ചു നോക്കാം. ഓക്കെ, നമ്മളെ പ്രോപ്പർട്ടി ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി
അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസൈനിൻ്റെ അകത്തൊരു ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചത് ഈ ഇമേജ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്നെ സൈസ് കുറച്ചാലും അതിനൊരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ ഇ കൊമേഴ്സിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കിതിപ്പോൾ മനസ്സിലാക്കി തരാം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ബോറാവും. ഒരു ചെറിയ ഡിസൈനിൽ ലുക്കെങ്കിലും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇവിടെ ഫ്ലെക്സ് കൊടുത്തു. ആദ്യത്തെ ഡിവിന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇപ്പോൾ ഞാൻ കോഡ് എഴുതുമ്പം ആദ്യത്തെ ഡിവിന് 50% വിഡ്ത്ത് കൊടുത്തു. ഹൈറ്റ് 100% ഞാൻ കൊടുത്തു. അതേ സെയിം സാധനം തന്നെ താഴെ കൊടുത്തു. ഇവിടെ ഇമേജ് ഞാൻ വിളിച്ചു. അത് കഴിഞ്ഞ് ആ ഇമേജ് പ്രോപ്പർട്ടി ഇമേജ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് പകുതിയായി. അതാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഫ്ലക്സ് ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ ഐറ്റംസ് സെൻറ്റർ ഇമേജിനൊരു ക്ലാസ് നെയിം ഇട്ടിട്ട് എന്താണ് റൗണ്ടഡ് നമുക്കൊരു ലാർജ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ H1 ഇട്ട് നമുക്ക് ആദ്യം കണ്ടൻറ്റ് എല്ലാം ഒന്ന് എടുക്കാം. ഓക്കെ, പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ വന്നു. ഇനി നമുക്കൊരു ഡിവ് ഇടണം. കാരണം ലെഫ്റ്റിലും റൈറ്റിലും നിൽക്കണതുകൊണ്ട് ഡിവ് ഇടണം. ഡിവ് ഇട്ട് പി ടാഗിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ലൊക്കേഷനും കാര്യം ആദ്യം എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇനി വേണ്ടത് ആ പ്രൈസിങ്ങിൻ്റെ കാര്യവും ഡീറ്റെയിൽസുമാണ്. അതും ഞാൻ കോപ്പി ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ വേണം. പി ടാഗിൻ്റെ അകത്ത് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബട്ടൺ മാത്രമാണ്. ബട്ടൻ്റെ അകത്ത് നമുക്ക് ബുക്ക് എൻക്വയറി അത് തന്നെ കൊടുക്കാം. ഓക്കെ, നമ്മൾ ഡാറ്റ എല്ലാം ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഈ ഡിവിൻ്റെ അകത്ത് പാഡിങ് ലെഫ്റ്റ് ഒരു 10 അല്ലെങ്കിൽ ഒരു 15 px നമുക്ക് എന്ത് ചെയ്യാം, പാഡിങ് ലെഫ്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മളൊരു ക്ലാസ് നെയിം ഇട്ടിട്ട് ടെക്സ്റ്റ് 1.7 റെം ഇടുന്നു. ഫോണ്ട് നമുക്കൊരു സെമി ബോൾഡ് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഫ്ലക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഇതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ വന്നിട്ട് ക്ലാസ് നെയിം ടെക്സ്റ്റ് 1.3 റെം വാല്യൂ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും വേണ്ട, 3 വരും 10 കൂടിപ്പോയി. ഞാൻ അവിടെ 2 കൊടുക്കുകയാണ്. 2 കൊടുത്തപ്പോൾ ഓക്കെ ഇത്ര ആയിട്ടുണ്ട്. 1 ആക്കി നോക്കാം. 1 ആകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ 1 ആണ് ഞാൻ കൊടുക്കുന്നത്. ഇതേ സെയിം സാധനം ഞാൻ താഴെയും കൊടുക്കുകയാണ്. ക്ലാസ് നെയിം ടെക്സ്റ്റ് 1.1 റെം വാല്യൂ ഞാൻ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളറാണല്ലോ, ടെക്സ്റ്റ് ഗ്രീൻ ഒരു 500 ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ ഫോണ്ട് മീഡിയം കൊടുത്തു. ഓക്കെ, പ്രൈസിങ് നമുക്കൊരു 1.2 ടോക്കാം. പ്രൈസിങ് ഇത്തിരി എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഓക്കെ, അപ്പോൾ പ്രൈസിങ്ങും ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പി ടാഗിൻ്റെ അകത്ത് വന്നിട്ട് ഒരു ക്ലാസ് നെയിം ഇട്ടിട്ട് മാർജിൻ ടോപ്പ് ഒരു 2 കൊടുക്കാം. അത് കഴിഞ്ഞ് ടെക്സ്റ്റിൻ്റെ സൈസ് 0.9 റെം എന്ന് പറയുന്ന വാല്യൂയിലോട്ട് മാറ്റാം. ഓക്കെ, ഇനി നമ്മുടെ ബട്ടനാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ക്ലാസ് നെയിം മാർജിൻ ടോപ്പ് 2 കൊടുത്തു. അതുപോലെ തന്നെ വിഡ്ത്ത് ഞാൻ ഒരു 100% വിഡ്ത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഹൈറ്റ് പാഡിങ് വൈ നമുക്കൊരു 8 px കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ 500 ഞാൻ കൊടുത്തു. നോക്കാം. ഓക്കെ, ഗ്രീൻ 500 മാറ്റി ഒന്ന് 400 ആക്കാം. ഓക്കെ, ഇനി നമുക്ക് റൗണ്ടഡ് ലാർജ് കൊടുക്കാം. ഓക്കെ, ഇവിടെ വരുന്നു. ഇനി നമുക്ക് സെൻറ്ററിലോട്ടാക്കാം. ഫ്ലക്സ് ജസ്റ്റിഫൈ
സെൻറ്റർ ഐറ്റംസ് ഞാൻ സെൻറ്റർ കൊടുത്തു. ഇനി ഫ്ലെക്സ് കോളൻ കൊടുക്കണം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ നിരന്നിരിക്കും. ജസ്റ്റിഫൈ തന്നെയാണ്. ഓക്കെ, ഫ്ലെക്സ് വിഡ്ത്ത് ഹൈറ്റ് 100%. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തുകൊണ്ട് അങ്ങനെ വന്നേന്ന്. ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫ്ലെക്സ് ജസ്റ്റിഫൈ കണ്ടൻറ്റ് ഇവിടെ വന്നിട്ടില്ലല്ലോ. റീഫ്രഷ് ചെയ്ത് നോക്കാം. ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ ഓക്കെ, ഐറ്റംസ് സെൻറ്റർ ഓക്കെ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു പ്രശ്നം പറ്റി, നമുക്കതൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിതെല്ലാം കൂടെ ഒരു സിംഗിൾ ഡിവിലോട്ട് മാറ്റുകയാണ്. ഒരു ഡിവ് ഇട്ടു, ഒരു എം ടി ഡിവ് അതിനകത്തോട്ട് ഞാൻ മാറ്റുന്നു. എന്നിട്ട് ഇതാണ് നമ്മൾ എം ടി ഡിവ് കേട്ടോ, ഞാനിപ്പോൾ ഉണ്ടാക്കിയ എം ടി ഡിവ്. ഇനി സെയിം സാധനം നമുക്ക് നോക്കാം. ഓക്കെ, കോളൻ ഓക്കെ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ലൈൻ ബൈ ലൈനായിട്ട് നോക്കാം എന്തുകൊണ്ട് അത് സെൻറ്ററിലോട്ട് വരുന്നില്ല എന്നുള്ളത്. ഓക്കെ, ഇതാണ് നമുക്കുള്ള ഒരു ഡിവ്. അപ്പോൾ ഇതിനകത്ത് ഓക്കെ ഹൈറ്റ് 100%. പ്രശ്നം പറ്റിയത് ഹൈറ്റ് ഇപ്പോൾ 100%. എത്രയാണോ കണ്ടൻറ്റ് ഉള്ള അത്ര മാത്രമേ ഇവിടെ കണ്ടൻറ്റ് വരുന്നുള്ളൂ. അപ്പം നമുക്ക് അതിനായിട്ട് നമുക്കിവിടെ ഡിവ് ഒഴിവാക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഹൈറ്റ് 100% മാറ്റി മിനിമം ഹൈറ്റ് ഒരു 90 വ്യൂ പോർട്ട് ഹൈറ്റ് ഞാൻ കൊടുത്തു. ഓക്കെ, സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റിഫൈ സെൻറ്റർ കൊടുത്തു. ഓക്കെ, നമുക്കത് നിലവിലൊന്ന് ഞാൻ 80 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പോയി. ഓക്കെ 80 വന്നു. ഓക്കെ, ഹൈറ്റ് ഓക്കെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമുക്കുള്ള ആ ഒരു ലെയർ, ആ പ്രോപ്പർട്ടിയും ആ ഒരു ഇമേജ് നമ്മൾ സെൻറ്ററിൽ കൊണ്ടുപോകും. നേരത്തെ എന്തുകൊണ്ട് താഴെ വന്നില്ല എന്നുള്ളത് നമ്മൾ ഹൈറ്റ് കൊടുത്തില്ല. ഹൈറ്റ് 100% എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടൻറ്റിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് കൂടും, അല്ലാതെ ഒരു ഫിക്സഡ് ഹൈറ്റ് ആ സെൻറ്ററിലോട്ട് നിൽക്കുന്നതിന് വന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ പ്രോപ്പർട്ടി പേജ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ലോഗിൻ പേജാണ്. login.jsx ഓക്കെ, RFC റിയാക്ട് ഫംഗ്ഷൻ കമ്പോണൻറ്റ് എക്സ്പോർട്ട്. ഇവിടെ നമുക്ക് അത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് H1ൻ്റെ അകത്ത് ലോഗിൻ ഒന്ന് കൊടുക്കാം.
നമുക്ക് പേജിൽ പോയി പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാം. ലോഗിൻ പേജ് .jsx എന്ന് കൊടുത്തു. RFC ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിവ് മാറ്റി ഇവിടെ ഫ്രാഗ്മെൻ്റ് ആക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം നാവ് ബാറിനെ വിളിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ലോഗിൻ ഞാൻ വിളിച്ചു. ഇനി നമുക്ക് ഫൂട്ടറും കൂടെ വിളിക്കാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്കിനി ലോഗിൻ പേജ് കൊടുത്തു. ഇനി ലോഗിൻ പേജ് അതും വിളിച്ചു കൊടുത്തു. നമുക്കിനി ലോഗിൻ പേജ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോഗിൻ പേജിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലാസ് നെയിം വിഡ്ത്ത് ഇവിടെ നമുക്ക് എന്താണ് ഫിക്സഡ് ഹൈറ്റ് ആണ്. ഈ വ്യൂ പ്രോപ്പർട്ടി വരുമ്പോൾ ഇപ്പോൾ ഒരാൾ കൂടുതൽ ടെക്സ്റ്റ് കണ്ടൻറ്റോ കൂടുതൽ കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് കൂടണം. ഫിക്സഡ് ഹൈറ്റ് പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ മിനിമം ഹൈറ്റ് 100 കൊടുത്തിട്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി അതിന് മുകളിൽ ഡാറ്റ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് കൂടണമെന്ന് പറഞ്ഞാൽ. പക്ഷേ ലോഗിൻ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഫിക്സഡ് ആണ്. അപ്പോൾ വിഡ്ത്ത് ഞാൻ 100% ഞാൻ കൊടുത്തു. ഹൈറ്റ് ഞാൻ ഒരു 100 വ്യൂ പോർട്ട് ഹൈറ്റ് ഞാൻ കൊടുത്തു. ഇനി ഫ്ലെക്സ് ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ ഐറ്റംസ് സെൻറ്റർ എന്ന് കൊടുക്കുന്നു. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സാൾട്ട് ഞാനൊരു 300 കൊടുത്തു. നമുക്ക് നോക്കാം. ഓക്കെ, സാൾട്ട് 300 200 കൊടുത്തു നോക്കാം. അതിൻ്റെ അകത്ത് നമുക്കിനി എന്താണ് ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ആ ഡിവിന് ഞാൻ വിഡ്ത്ത് 20% കൊടുത്തു. ഹൈറ്റ് ഞാൻ ഒരു 80 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുത്തു. റൗണ്ടഡ് ഞാൻ ലാർജ് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് ഞാൻ വൈറ്റ് കൊടുത്തു. നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. നമുക്ക് വിഡ്ത്ത് ഒരു 20% മാറ്റി നമുക്കൊരു 30% ആക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് H1 വിളിച്ചിട്ട് സൈനപ്പ് എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് ലോറം 6 ഒരു 6 വേർഡ് എന്തെങ്കിലും നമുക്ക് ചുമ്മാ ഒന്ന് കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു ഫോം വേണം. ഫോമിനകത്ത് നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ട് ഇതിൻ്റെ അകത്ത് ഇമെയിൽ പാസ്വേഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബട്ടണും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഇൻപുട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാഡിങ് കൊടുക്കുക. അകത്ത് ആദ്യം 10 VX പാഡിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെക്സ് കോളം ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ ഞാൻ കൊടുത്തു. ഇനി ഐറ്റംസ് സെൻറ്റർ കൊടുക്കാം. സെൻറ്ററിലോട്ട് വരട്ടെ. ഇനി നമുക്ക് H1 പോയിട്ട് ക്ലാസ് നെയിം ടെക്സ്റ്റ് നമുക്കൊരു 2 റെം കൊടുക്കാം. ഫോണ്ട് നോർമൽ വേണ്ട, മീഡിയം കൊടുക്കാം. മീഡിയം ഞാൻ കൊടുക്കുന്നു. ഇവിടെ ഞാൻ ക്ലാസ് നെയിം വരുന്നു. ടെക്സ്റ്റ് ഒരു ബ്ലാക്ക് കളർ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു കളറിലാണ് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആ കോഡ് കാണാം, #646464. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോം വന്നു കഴിഞ്ഞാൽ ഫോമിൻ്റെ അകത്തൊരു ക്ലാസ് ഇടാം. ക്ലാസ് ഇട്ട് കഴിഞ്ഞ് വിഡ്ത്ത് 100% ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻപുട്ട് ഒന്ന് കസ്റ്റം ചെയ്യാം. ക്ലാസ് നെയിം നമുക്ക് വിഡ്ത്ത് 100% ഓട്ടോമാറ്റിക്കലി എടുക്കുമായിരിക്കും. എന്നാലും നമുക്കൊന്ന് കൊടുത്തേക്കാം 100%. ഹൈറ്റ് ഒരു 40 px ഹൈറ്റ് ഞാൻ കൊടുത്തു.
ബോർഡർ നമുക്കൊരു 64. ഓക്കെ, ആ കളറിലൊരു ബോർഡർ കൊടുത്തു. ബോർഡർ എന്നിട്ട് നമ്മളിവിടെ 1.5 px ഞാൻ കൊടുത്തു. നോക്കാം നമുക്കിനി. 2 px ബോർഡർ കൊടുക്കാം. ബോർഡറിൻ്റെ കളറ് നമുക്ക് ഇത്രയും കൂടെ ഒന്ന് ഓക്കെ വെയിറ്റ്. ഓക്കെ, ബോർഡറിന് നമ്മളൊരു കളർ കൊടുത്തിട്ടുണ്ട്. ആ കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതാണ് ആ ഒരു കോഡ്, കളർ കോഡ്. ഓക്കെ, ഇനി നമുക്ക് റൗണ്ടഡ് നമുക്കൊരു എക്സൽ കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് ബോർഡർ സോളിഡ് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് പാഡിങ് ലെഫ്റ്റ് ടെക്സ്റ്റ് എത്ര മാറി നിൽക്കണം എന്നുള്ളതാണ്. ഞാൻ 15 px ആണ് പാഡിങ് ലെഫ്റ്റ് കൊടുത്ത. പ്ലേസ് ഹോൾഡർ എൻ്റർ യുവർ നെയിം. ഓക്കെ, ഇനി നമുക്കിവിടെ ഫോമിൽ ചെന്നിട്ട് മാർജിൻ വൈ ടോപ്പും ബോട്ടവും ഒരു 2 കൊടുക്കാം. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻപുട്ടൊന്ന് താഴെത്താഴാക്കാം. ഓക്കെ, മാർജിൻ ടോപ്പ് 2. ഓക്കെ അത് ബോട്ടം ആക്കാം. 2 വന്നപ്പോൾ വീണ്ടും കൂടി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് താഴോട്ടാക്കാം. ഓക്കെ, നമുക്ക് സെറ്റായിട്ടുണ്ട്. എൻ്റർ യുവർ നെയിം മാറ്റി ഇനി എൻ്റർ യുവർ ഇമെയിൽ ഞാൻ കൊടുത്തു. ഇമെയിൽ കഴിഞ്ഞ് നമുക്ക് അടുത്ത വരാനുള്ളത് പാസ്വേഡ്. ബട്ടൺ നമുക്ക് എന്ത് ചെയ്യാം, സൈനപ്പ് എന്ന് ഞാൻ പറഞ്ഞു ബട്ടൻ്റെ കാര്യം. ഇനി ക്ലാസ് ഇട്ടിട്ട് ബട്ടൻ്റെ വിഡ്ത്ത് 100% കൊടുത്തു. ഹൈറ്റ് നമുക്ക് പാഡിങ് വൈ ഞാൻ 8 px പാഡിങ് വൈ കൊടുത്തു. റൗണ്ടഡ് ലാർജ് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ 400 കൊടുത്തു. ഓക്കെ, അപ്പം ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള സൈനപ്പ് പേജ് റെഡി ആയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്കുള്ള ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത് സൈനപ്പ് ലോഗിൻ എന്ന് കൊടുത്തിട്ട് സൈനപ്പ് പേജ് ക്രിയേറ്റ് ചെയ്ത്. അത് നമുക്കിപ്പോൾ കറക്റ്റ് ആക്കാം. signup.jsx RFC ഒരു ഇൻപുട്ട് മാത്രം മാറ്റി കൊടുത്താൽ മതിയല്ലോ. അപ്പം നമുക്കത് കറക്റ്റ് ചെയ്യാം. അപ്പം ലോഗിൻ പേജിൽ നിന്ന് ഈ കോഡ് ഞാൻ ഒന്ന് കോപ്പി ചെയ്യുന്നു. ഈ കോഡ് മാത്രം HTML കോഡ് മാത്രം കോപ്പി ചെയ്യുന്നു. സൈനപ്പ് പേജിൽ വരുന്നു, അത് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഈ ബട്ടൻ്റെ അകത്ത് നമുക്ക് സൈനപ്പ് ഒക്കെ എല്ലാം കറക്റ്റാണ്. ലോഗിൻ പേജിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ എന്നാക്കണം. ഇവിടെ നമ്മൾ സൈനപ്പ് മാറ്റി ലോഗിൻ എന്നാക്കണം. എന്നിട്ട് ലോഗിൻ പേജിൻ്റെ അകത്ത് നമുക്ക് എന്തുണ്ട്, യൂസറിൻ്റെ നെയിമിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് അതങ്ങ് ഒഴിവാക്കാം. അപ്പം നമുക്ക് സൈനപ്പ് പേജ് ലോഗിൻ പേജ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ പേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈനപ്പ് പേജ് വേണം. സൈനപ്പ് പേജിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ ഒരു ഇൻപുട്ട് അങ്ങോട്ട് മാറ്റി, അത്രയുള്ള മാറ്റമുള്ളൂ. page.jsx RFC. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഞാൻ വന്നിട്ട് സൈനപ്പ് എന്ന് വിളിച്ചു. എന്നിട്ട് ഞാൻ സൈനപ്പ് പേജും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഗിൻ പേജ് ഇതാണ്. ഇനി സൈനപ്പ് പേജ് നോക്കട്ടെ. ഓക്കെ, സൈനപ്പ് പേജിൻ്റെ അകത്ത് നമ്മളൊന്നും വിളിച്ചില്ല. അപ്പോൾ നമുക്ക് ഫ്രാഗ്മെൻറ്റ് അതിനകത്ത്
നാവ് ബാറിനകത്ത് നമുക്ക് എന്ത് വേണം? സൈനപ്പ് പേജ്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഫൂട്ടർ. ഓക്കെ, നമ്മൾ സൈനപ്പ് പേജ്, ലോഗിൻ പേജ്, അതുപോലെ തന്നെ നമ്മൾ വ്യൂ പേജ്. അപ്പോൾ ഈ 3 പേജും നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്തങ്ങ് നിർത്താം. അപ്പം നമുക്ക് ഈ ഫോമിൽ നിന്ന് നമുക്ക് ഡാറ്റ വേണം. 2 രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമുള്ളതും, ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും. അപ്പോൾ 2 മെത്തേഡിൽ ഞാൻ രണ്ടാമത് കാണിക്കുന്ന മെത്തേഡാണ് ഇൻഡസ്ട്രിയൽ ലെവലിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ആദ്യത്തെ ലെവലിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, രണ്ടും വർക്കാവും, പക്ഷേ ബെറ്റർ ആയിട്ടുള്ളൊരു മെത്തേഡ് രണ്ടാമത്തെയാണ്. നമുക്ക് ആദ്യം ഇവിടെ യൂസ് സ്റ്റേറ്റ് എടുക്കാം. യൂസ് സ്റ്റേറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സൈനപ്പിൻ്റെ അകത്ത് അത് ഇപ്പോൾ ചെയ്യേണ്ട. സൈനപ്പിൻ്റെ അകത്ത് നമുക്ക് രണ്ടാമത്തെ ഉപയോഗിക്കാം. കുറേ ഇൻപുട്ടുള്ളതല്ലേ. യൂസ് സ്റ്റേറ്റ് വിളിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമെയിൽ സെറ്റ് ഇമെയിൽ. അത് കഴിഞ്ഞ് യൂസ് സ്റ്റേറ്റ് വിളിച്ചു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമെയിൽ മാറ്റി പാസ്വേഡ് സെറ്റ് പാസ്വേഡ്. ഓക്കെ, സെറ്റ് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവിടെ നമ്മൾ ഇൻപുട്ട് വന്ന് ഈ ഡാറ്റ കളക്ട് ചെയ്യണം. എങ്ങനെ? ആദ്യം വാല്യൂ എന്ന് കൊടുത്തിട്ട് നമ്മൾ ഇമെയിൽ വിളിക്കും. അത് കഴിഞ്ഞ് ഓൺ ചേഞ്ച്. യൂസർ എന്തെങ്കിലും ചേഞ്ച് ഇൻപുട്ടിൻ്റെ അകത്ത് വരുത്തുമ്പോൾ എല്ലാം ആ ഡാറ്റ എന്ത് ചെയ്യും? നമ്മൾ യൂസ് സ്റ്റേറ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഇവിടെ? ഇവിടെ വിളിച്ചു. ഇവൻ്റ് എന്നാണ് നടത്തുക. ഇവൻ്റ് വിളിച്ചിട്ട് ഞാൻ പറയണേ സെറ്റ് ഇമെയിൽ event.target.value. വാലിഡിറ്റി അല്ല, വാല്യൂ. അപ്പോൾ ഇത് നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഈ ഇൻപുട്ടിൻ്റെ അകത്ത് ഓരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും, ഇപ്പോൾ എന്ന് പ്രസ് ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും, ഇമെയിലിൻ്റെ സ്റ്റോർ ചെയ്യും. യൂസർ ബി പ്രസ് ചെയ്യുമ്പോൾ ബി സ്റ്റോർ ചെയ്യും. അങ്ങനെ ഓരോ യൂസർ എൻ്റർ ചെയ്യുന്ന ഓരോ വാല്യൂയും ഇതിലോട്ട് സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഓരോ വട്ടം അപ്പോൾ യൂസർ എൻ്റർ ചെയ്യുമ്പം ഈ ഇൻപുട്ടിൻ്റെ അകത്ത് വാല്യൂ ആണ്. യൂസർ ബിൻ്റെ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഈ ഇൻപുട്ടിൻ്റെ അകത്ത് വാല്യൂ എയും ബിയും ആണ്. യൂസർ സി ഇൻപുട്ട് ചെയ്യുമ്പോൾ ബി സി ആണ്. അങ്ങനെ ഓരോ വട്ടം യൂസർ ഓൺ ചേഞ്ച് എൻ്റർ ചെയ്യുമ്പം അത് മാറ്റം വരുന്നതാണ്. വാല്യൂ വിളിച്ചിട്ട് ഞാനിവിടെ പറയുന്നത് പാസ്വേഡ്. അത് കഴിഞ്ഞ് ഓൺ ചേഞ്ച് കഴിഞ്ഞ് സെറ്റ് പാസ്വേഡ് event.target.value. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചുമ്മാ ഒരു ഫംഗ്ഷൻ എഴുതാം. ഫംഗ്ഷൻ ഹാൻഡിൽ ഇത് ലോഗിൻ അല്ലേ, ലോഗിൻ എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വരുന്നു, വിളിക്കുന്നു. നമ്മൾ ഈ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ പേജ് റീഫ്രഷ് ആവും. ഇപ്പം നമ്മൾ ഈ സബ്മിറ്റ് ബട്ടൻ്റെ അകത്ത്, ഈ ലോഗിൻ ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഇത് ഫോമിൻ്റെ അകത്തായതുകൊണ്ട് ഓരോ വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് റീഫ്രഷ് ആവും, നമ്മളെ പേജ് റീഫ്രഷ് ആവും. അത് വേണ്ടാതിരിക്കാനാണ് പ്രിവെൻറ്റ് ഡിഫാൾട്ട് എന്നൊരു ഫംഗ്ഷൻ വിളിക്കും. ഇത് വിളിച്ചാൽ പേജ് റീഫ്രഷ് ആവത്തില്ല. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? വേറൊരു കാര്യം, റിക്വേർഡ് എന്നൊരു കാര്യം വിളിക്കണം. അത് വിളിക്കാതെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓൺ സബ്മിറ്റ്. ഇപ്പം യൂസർ ഈ ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഹാൻഡിൽ ലോഗിൻ എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ വിളിക്കും. യൂസർ ഈ ലോഗിൻ ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹാൻഡിൽ ലോഗിൻ എന്ന ബട്ടൺ വിളിക്കും. നമുക്ക് എന്നിട്ട് അലർട്ട് ലോഗിൻ സക്സസ്ഫുൾ. ഞാൻ ഇവിടെ വരുന്നു, ലോഗിൻ്റെ അകത്തോട്ട് വരുന്നു, ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്നു, ലോഗിൻ സക്സസ്ഫുൾ. നമ്മളിവിടെ ഡാറ്റയും കൊടുത്തില്ല. നമുക്ക് വാലിഡേഷൻ വേണം. യൂസർ ഡാറ്റ എൻ്റർ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ലോഗിൻ സക്സസ്ഫുൾ കാണിക്കില്ല. ഇനി വേറൊരു കാര്യം, നമുക്ക് ഈ പ്രിവെൻറ്റ് ഡിഫാൾട്ട് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, പേജ് റീഫ്രഷ് ആവും. പേജ് റീഫ്രഷ് ആവുന്നുണ്ടോ? റീഫ്രഷ് ആവുന്നുണ്ട്. അത് നമുക്ക് വേണ്ട. അതിനാണ് നമ്മൾ ഈ പ്രിവെൻറ്റ് ഡിഫാൾട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ വാലിഡേഷൻ ചെയ്യാൻ ഒന്നുമില്ല, ചെറിയൊരു കാര്യം എഴുതിയാൽ മതി. റിക്വേർഡ് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഫോം സബ്മിറ്റ് ആവാവൂ. റിക്വേർഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വിളിച്ചു കൊടുത്തു. ഞാൻ ലോഗിൻ ചെയ്യാൻ പറയുമ്പം എൻ്റെ ഇതില്ല. വീണ്ടും ലോഗിൻ ചെയ്യാൻ പറയുമ്പം ഇവിടെ തെറ്റ്, ഇമെയിലിൻ്റെ അവിടെ ഇമെയിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ
gmail.com. ഓക്കെ, ലോഗിൻ ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ പാസ്വേഡ് ഇല്ല, ഞാൻ പാസ്വേഡ് എഴുതി. ഇപ്പോഴാണ് സക്സസ്ഫുള്ളായത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ച എങ്ങനെയാണ്, ഞാൻ ഒരു 2 സ്റ്റെപ്പ് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഓരോ ഇൻപുട്ടിനും ഓരോ വേരിയബിൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ മെത്തേഡ് ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുക, നല്ലതല്ല. അതിലൊരു ബെറ്റർ ആയിട്ടുള്ള മെത്തേഡുണ്ട്, അതിവിടെ കാണിച്ചു തരാം. ലെറ്റ് എന്ത് പേര് നിങ്ങൾക്ക് കൊടുക്കാൻ കേട്ടോ, ഫോം ഡാറ്റ, ഫോമിൽ നിന്ന് വരുന്ന ഡാറ്റ അല്ലേ, സെറ്റ് ഫോം ഡാറ്റ എന്ന് ഞാൻ വിളിച്ചു. ഒരു വേരിയബിൾ അസൈൻ ചെയ്തിട്ട് യൂസ് സ്റ്റേറ്റ് എന്ന് വിളിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തൊരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഡാറ്റ വാങ്ങുന്നേ, ഇവിടെ ഇത് വരുമ്പോഴാണ് ഒരു പ്രത്യേകത ഉള്ളത്. നമ്മൾ നൈം പറയണം. അപ്പം നൈം ഇതെന്താണ്, യൂസർ നൈം കീ കിട്ടുന്ന വേണ്ടിയാണ്. ഇനി അടുത്ത നൈം എന്താണ്, നൈം ഇവിടെ വരുന്നത് നമുക്കുള്ളത് എന്താണത്, ഇമെയിൽ. ഇനി അടുത്ത നൈം വരുന്നതാണ് നമ്മുടെ പാസ്വേഡ്. ഓക്കെ, ഇവിടെ ഓരോ ഇൻപുട്ടിനും നമ്മൾ ഓരോ നൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ വരിക, അവിടെ ഓരോ ഇൻപുട്ടിന് കൊടുത്ത നൈം ഇവിടെ എഴുതുക. യൂസർ നൈം ഇപ്പോൾ എം ടി ആണ്. അത് കഴിഞ്ഞ് ഇമെയിൽ ഇപ്പോൾ എം ടി ആണ്. അത് കഴിഞ്ഞ് പാസ്വേഡ് എം ടി ആയിട്ട് കൊടുത്തു. ഇനി നമ്മളിവിടെ ഫങ്ഷൻ ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞ ഫങ്ഷൻ ഞാൻ വിളിച്ചു. ഇവിടെ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് സെറ്റ് ഫോം ഡാറ്റ പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡാറ്റ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. പ്രീവിയസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനകത്തുള്ള പഴയ ഡാറ്റ, യൂസർ നെയിം എം ടി ആയിട്ടുള്ള ഈ 3 കീ, ആ പ്രീവിയസ് ഡാറ്റ എടുത്തു, അസൈൻ. എന്നിട്ടൊരിത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഞാൻ പറയണേ, ഇവൻ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് നൈം, അത് കഴിഞ്ഞ് ഇവൻ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. ഓക്കെ, ഞാൻ അതും വിളിച്ചു കൊടുത്തു. ഓക്കെ, നമ്മളെന്താണ് കർലി ബ്രാക്കറ്റ് പുറത്തല്ല, അകത്താണ് ഇടാനുള്ള. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കർലി ബ്രാക്കറ്റ് ഇടുകയാണ്. എന്നിട്ട് ഞാൻ പറയണ ഒരു കാര്യം കൂടെ വിളിച്ചു കൊടുക്കുകയാണ്. ഈ ഡോട്ട് പ്രിവ്യൂ ഒരു കോമ ഇട്ടു. ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോം ഡാറ്റേൻ്റെ അകത്തുള്ള പ്രീവിയസ് ഡാറ്റ, അതായത് നമ്മളിവിടെ ഞാൻ ഫോം ഡാറ്റ എന്ന് വേണമെങ്കിൽ ഫോം ഡാറ്റ വിളിക്കുമ്പോൾ എന്ത് ഡാറ്റ വരുമോ ആ ഡാറ്റയാണ് ഇവിടെ പ്രിവ്യൂവിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ ഈ ഫോം ഡാറ്റേൻ്റെ അകത്തുള്ള ഡാറ്റയാണ്. ആ ഡാറ്റ എടുത്തിട്ട് സ്പ്രെഡ് ഓപ്പറേഷനാണ് ഈ പറയുന്ന. ഈ ഡാറ്റ എല്ലാം ഇവിടെ വിളിച്ചിട്ട് കോമ, ഇതിൻ്റെ അകത്ത് ഇവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് നൈം, ഈ കീ ഇവിടെ യൂസർ ചേഞ്ച് ചെയ്ത കീ വാല്യൂ ചേഞ്ച്. അതായത് ഇപ്പോൾ യൂസർ, നിങ്ങൾക്കത് ഞാൻ പറഞ്ഞുതരാം, ഇൻപുട്ട് വാല്യൂ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഫോം ഡാറ്റ ഡോട്ട് യൂസർ നെയിം, എന്നിട്ട് ഇവിടെ നമ്മൾ ഓൺ ചേഞ്ച് ഈ ഫംഗ്ഷൻ അങ്ങ് വിളിച്ചു കൊടുക്കും. അതായത് യൂസർ ഇപ്പോൾ ഓരോ വട്ടം ചേഞ്ച് ചെയ്യുമ്പോൾ ഇവൻ ഡോട്ട് ടാർഗറ്റ് കീ നെയിം എന്തിനാണ്, യൂസർ നെയിം, ഇതിൻ്റെ കീ നെയിം യൂസർ നെയിം എന്ന് പറഞ്ഞ കീയിലുള്ള പുതിയ വാല്യൂ ആഡ് ചെയ്യും. പ്രിവ്യൂ ഇതിങ്ങനെ വിളിച്ച് വരുമ്പോൾ എന്ത് നടക്കുന്നേ, യൂസർ ഇവിടെ പാസ് ചെയ്യുന്ന നെയിം എന്താണ്, ഇത് യൂസർ നെയിം എന്താണ്, ഈ നെയിം എന്ന് പറഞ്ഞാൽ യൂസർ നെയിമും അതിൻ്റെ അകത്ത് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ യൂസർ പാസ് ചെയ്ത ആ വാല്യൂ. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ വട്ടവും യൂസർ എൻ്റർ ചെയ്യുമ്പം ആ കീയിൻ്റെ അകത്തോട്ട് പുതിയ വാല്യൂ ആഡ് ആവുന്നതാണ്. ഇപ്പം ഞാൻ വാല്യൂ ഫോം ഡാറ്റ ഡോട്ട് എന്താണ്, നമുക്ക് അടുത്ത എന്താണ്, ഇമെയിൽ ആണല്ലേ. ഇനി അടുത്ത് എന്താണ്, ഓൺ ചേഞ്ച് ഹാൻഡിൽ ചേഞ്ച്. ഓക്കെ, വാല്യൂ. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്, നമ്മൾ ഈ ബാക്കിൻ്റെ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ എളുപ്പമാണ്, നമുക്ക് ചെയ്യുന്നതിനും ബെറ്റർ ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഓക്കെ, ഓൺ ചേഞ്ച് ഹാൻഡിൽ ചേഞ്ച്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണമല്ലോ സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ട്. ഇപ്പോൾ ഫങ്ഷൻ ഹാൻഡിൽ സൈനപ്പ് എന്ന് ഞാൻ വിളിച്ചു. ഹാൻഡിൽ സൈനപ്പിൻ്റെ അകത്ത്
ഞാൻ ഇവിടെ ഇവൻറ്റ് നമുക്ക് ഇവൻറ്റ് ഡോട്ട് പ്രിവെൻറ്റ് ഡിഫോൾട്ട് ആദ്യം വിളിക്കണ്ടേ. അപ്പം ഈ ഡോട്ട് പ്രിവെൻറ്റ് ഡിഫാൾട്ട് എന്ന് വിളിച്ചു. ഇനി ഞാൻ ലോഗ് ചെയ്യാണ്. ലോഗ് ചെയ്യണം എന്താണ്, നമ്മൾ ഫോം ഡാറ്റ ലോഗ് ചെയ്യാണ്. അലർട്ട് സൈനപ്പ് സക്സസ്ഫുൾ എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഇനി നമുക്കിവിടെ വരുന്നു, ബട്ടൻ്റെ അകത്തല്ല ഫോമിൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ എന്ത് പറയണം, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞ് ആ ഒരു ഫങ്ഷൻ ഇവിടെ വിളിച്ചു കൊടുക്കണം. ഇനി എല്ലാത്തിനും റിക്വേർഡ് എന്ന് കൊടുക്കണം. കാരണം ഈ ഡാറ്റ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താവല്ലേ, നമുക്കുള്ള ഡാറ്റ വാലിഡേഷൻ ചെയ്യുമ്പോൾ എറർ അടിക്കണം. അപ്പോൾ നമുക്കിനി നമ്മുടെ സൈനപ്പിലോട്ട് പോവാം. സൈനപ്പിൽ വന്നിട്ട് നമുക്ക് ഇൻസ്പെക്റ്റും കൂടെ ഒന്ന് ഓണാക്കിയിടാം. യൂസർ എന്താണ് പാസ് ചെയ്യുന്ന ആ ഡാറ്റ നമുക്ക് കാണണ്ടേ. അപ്പം ഞാൻ ഇവിടെ എന്താണ് കൊടുത്തു. ഓക്കെ, ഇനി എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തു, സൈനപ്പ് കൊടുത്തു. സൈനപ്പ് സക്സസ്ഫുള്ളി. ഓക്കെ, നമുക്കതൊന്ന് ഇപ്പോൾ അറേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു അറേ അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ പ്രശ്നം മാറും. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അറേ അങ്ങ് ഒഴിവാക്കി. ഇനി അറയിൽ വരുന്നത് കൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഞാനിവിടെ ലൈക്ക് പേരു @.com സൈനപ്പ് സക്സസ്ഫുള്ളി. ഓക്കെ, നമ്മൾ ഡാറ്റ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താണ് നമ്മളെ ഡാറ്റ കിട്ടുന്നതാണ്. അപ്പോൾ നേരത്തെ ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത്, നമ്മൾ അറേ ഇട്ടിരുന്ന് ആ അറേൻ്റെ അകത്ത് കൊടുത്തതായിരുന്നു, അത് അറേൻ്റെ അകത്ത് വന്നതുപോലെ വന്നത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നമുക്കിപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഡാറ്റ എന്താണ്, നമ്മളെപ്പോഴും ഡാറ്റ ബാക്കെൻഡിലോട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് പാസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഓരോ ഡാറ്റേനെയും വീണ്ടും ഒബ്ജക്റ്റിലോട്ട് മാറ്റേണ്ട. അത് എന്താണെന്നുള്ളത് ഈ രണ്ട് രീതിയിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. ആ രണ്ട് രീതിയിൽ നമ്മൾ സൈനപ്പ് ലോഗിനും ചെയ്യുമ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസ്കോഡ് ചാനലിൻ്റെ അകത്ത് കയറി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ബൈ.